വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഞങ്ങളത് എണീറ്റ് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിട്ടാണ് എണീറ്റിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ എന്താ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന അമ്മസേ? അപ്പോൾ അമ്മൂനൊന്ന് വേഫിള് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വേഫിള് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിലോട്ട് കടന്നാലോ? അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ വേപ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു കപ്പ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ബേക്കിംഗ് പൗഡർ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാവേ. സ്പൂണിൻ്റെ സ്പൂണാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ഉപ്പ്, ജസ്റ്റ് കുറച്ച് മതി കേട്ടോ. അപ്പോൾ ആ ഒരു നുള്ള് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. അത്രയും മതി. ഇനി ഈ ഐറ്റംസ് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഡ്രൈ ഐറ്റംസ് എല്ലാം കൂടെ മിക്സ് ചെയ്യണ്ട. അപ്പോൾ ഈ ഡ്രൈ ഐറ്റംസ് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇത് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്കിനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊന്നുകൂടെ സെറ്റാക്കി എടുക്കണം. ഇപ്പം ഇത് നമുക്ക് സെറ്റാക്കി എടുക്കാവേ. അപ്പം അമ്മൂന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഈ വാഫിള്. നോർമലി നമുക്ക് ഷോപ്സിൽ നിന്ന് വാങ്ങാനും കിട്ടും കേട്ടോ. ഇവിടെ റെഡിമെയ്ഡ് ആയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മളിന്നിപ്പോൾ എന്താണെങ്കിലും വീട്ടിലുണ്ടാക്കുവാണ്. മതിയോ? അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 2 മുട്ട വേണം, ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓയില്, പിന്നെ വേണ്ടത് മിൽക്ക്, വാനില എസൻസ്. ഇത്രയാണ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിന് വെറ്റ് ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അപ്പൊ ആ സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് എടുക്കാം കേട്ടോ. അമ്മൂസപ്പോ 2 മുട്ട പൊട്ടിച്ചിട്ടോ. അപ്പൊ നമ്മള് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയില് അല്ലെങ്കിൽ ബട്ടർ, ഇതിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതൊരു 60 ml ആണ്. 60 ml ഓയില് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പാലും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വാനില എസൻസും കൂടെ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിനുള്ളതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പറായി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിലോട്ട് ഈ സംഭവം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇളക്കിക്കും ഞാൻ ഇളക്കണം. ഞാൻ അങ്ങോട്ട് നോക്കുന്നു, ഇത് ബാക്കാണ്. വാനില എസൻസും കൂടെ ഒഴിച്ചപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള മണം കിട്ടുന്നുണ്ട്. പതുക്കെ നമുക്കത് മിക്സ് ആക്കി എടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ, ഭയങ്കര ചൂട്. നല്ല ചൂടുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര ചൂടായതുകൊണ്ട് ആയിട്ടുള്ള ഈ ഒരു ഇത് ഒഴിച്ചിട്ട് നമുക്ക് പതുക്കെ ഇളക്കിയെടുക്കാം കേട്ടോ. അമ്മൂസ് പതുക്കെ ഇവിടെ ഇളക്കട്ടെ. എനിക്ക് ഇളക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുണ്ടാക്കുമ്പോൾ തരിയൊന്നും പാടില്ല. നമുക്കൊരു 1/2 കപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. നമ്മളൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടുതൽ ഒഴിച്ചാലും ഇത് ഇങ്ങനെ ഫില്ലായിട്ട് പുറത്തോട്ട് ചാടുവേ. അതുകൊണ്ട് ഒരു 1/2 കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ. ഇനി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 to 4 minutes ആവുമ്പോഴത്തേക്കും, ഇപ്പോൾ 13 ആയിട്ടുണ്ട് കേട്ടോ, ഒരു 3 to 4 minutes ആവുമ്പോഴത്തേക്കും നമുക്ക് വാഫിള് റെഡിയായി കിട്ടും. അമ്മൂസ് വാഫിള് റെഡി ആവുന്നത് നോക്കി അവിടെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വേഫിൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാവേ. ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനി എടുക്കാം. അപ്പൊ നമ്മുടെ വേഫിള് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെ, കണ്ടോ? അതെ, അപ്പൊ അമ്മൂനുള്ള വേഫിൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ബാക്കിയും കൂടെ ഉണ്ടാക്കട്ടെ. എങ്ങനെയുണ്ട് അമ്മൂസേ? നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഭയങ്കര ചൂടല്ലേ? ബാക്കിയുള്ള ഒരു 1/2 കപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അതെ, നമ്മുടെ വേഫിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മൂസ് ഇതിനകത്ത് കുറച്ച് ഹണിയും ബട്ടറും കൂടി ഇട്ടിട്ടാട്ടോ കഴിക്കാൻ പോണേ. ബട്ടർ എനിക്ക് അറിയുന്ന ഓപ്ഷൻ അല്ല. ഞാൻ നോർമലി ചോക്ലേറ്റും ഹണിയൊക്കെയാണ് കണ്ടേക്കുന്നത്. പക്ഷെ അമ്മൂന് ഇപ്പോൾ ബട്ടർ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മൂസതേ ബട്ടർ എടുത്തിട്ട് കഴിക്കാൻ പോവാം. അതെ, ഒരു ബട്ടർ അമ്മ വെച്ചിട്ടുണ്ട്. ഇനി അമ്മ കുറച്ച് ഹണി, ഹണിയും കൂടെ അമ്മൂസ് എൻ്റെ മേലെ കൂടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റും കൂടെ പറഞ്ഞാൽ സെറ്റായിരുന്നു. ടേസ്റ്റ് പറയാം. അങ്ങനെ അമ്മൂസ് ഇതേ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഹണിയൊക്കെ കൂട്ടി ബട്ടറൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ടേസ്റ്റ്. ആ ബട്ടറിന്റെ ക്രീമിനെസ്സും കൂടി ഉണ്ട്. കൊള്ളാമോ? ഹണിയും കൂടെ വന്നപ്പോ അച്ഛനും കൂടെ മധുരം. ഹണി ഉണ്ടെന്ന് അറിയുന്നില്ല, പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ട് ഹണിയുടെ. ഇഷ്ടായി. സക്സസ്. ഓക്കെ, അപ്പൊ അമ്മൂസ് കഴിക്കട്ടെ. എനിക്ക് കുറച്ചും കൂടെ ബാറ്റർ ബാക്കിയുണ്ട്. ഞാൻ ബാക്കിയും കൂടെ പോയി ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. നമ്മളങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ വേഫിളൊക്കെ കഴിച്ചു. ഇപ്പോൾ ഉച്ചയായപ്പോൾ ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കൽ പരിപാടിയിലോട്ട് കിടക്കാൻ പോവാണ്. നോർമലി വീക്കെൻഡ്സിലായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലും സംഭവങ്ങളൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് ഓർത്തു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ പരിപാടിയിലോട്ടൊക്കെ നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? ഇവിടെ മറ്റു സാധനങ്ങൾ. അപ്പോൾ ജസ്റ്റ് സവാള ഞാനൊന്ന് വഴറ്റിയിട്ടുണ്ട്. അതിനകത്തോട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടാനുള്ളത് പുതിനയില ഇടാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അത് വേണ്ടത് മതി. അപ്പോൾ കുറച്ച് പുതിനയിലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് ഫ്രിഡ്ജിൽ നിന്ന് തൈര് എടുക്കും. ഇനി നമുക്കിതിനകത്തോട്ട് ഉപ്പിടാനുണ്ട്. അപ്പം ഞാൻ
ആവശ്യത്തിനുള്ള ഉപ്പിടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഗരം മസാലയാണ്, കാണുന്നുണ്ടോ? അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുരുമുളക് പൊടിയാണ്. അപ്പം ഞാൻ കുരുമുളകിൻ്റെ പൊടിയും കൂടെ നമുക്ക് ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പോളം തൈര് വേണേ. ഒഴിച്ചു ഞാൻ പറയാം. ഒഴിച്ചു മതി. അപ്പം നമ്മൾ തൈരും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ മാറ്റി വെക്കാം നമുക്ക് റൈസിലിടാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് മുഴുവൻ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില എൻ്റെ കയ്യിൽ ഉണ്ടായില്ലെന്ന്, അതുകൊണ്ട് മല്ലിയില ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ബീഫാണ് കേട്ടോ. അപ്പോൾ ബീഫ് ഈ ഒരു വലുപ്പത്തിലൊക്കെ ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബീഫ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ബീഫും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. കൈ വെച്ച് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ലൊരു മണം കിട്ടും കേട്ടോ നമുക്ക്. ഒരു ക്രീമി മണം. പക്ഷെ ഒരു മണം കൂടെ മിസ്സിങ് മല്ലിയില. അപ്പൊ ഈ ഒരു മിക്സ്ചർ ക്രീമിയാണോ നമ്മൾ മിക്സ് ചെയ്തോണ്ടിരിക്കുന്നത്? നന്നായിട്ടൊന്ന് ഉടച്ച് എല്ലാവരുടെയും ആവുന്നോടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ പിഴിഞ്ഞായിട്ട് നമ്മൾ മണത്തെടുക്കുന്നില്ലേ, എന്ത് ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കഴിക്കട്ടെ, നല്ല മണം കിട്ടും നമുക്ക്. നമുക്കിനി ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീഫ് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ആ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിനി ഇത് സ്റ്റൗവിലോട്ട് വെക്കാം. ഒന്നും കൂടെ ഇളക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് ഒന്നും കൂടെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റൗവിലോട്ട് വയ്ക്കാം. ഇതിൻ്റെ അടപ്പ് എടുക്കും അടപ്പ് പിങ്കും. അങ്ങനെ നമുക്കിത് മൂടി വെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ബീഫ് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോ ബീഫ് വേവണ സമയം കൊണ്ടുണ്ടല്ലോ, ഞാനിവിടെ ഒരു 3 ഗ്ലാസ് ബസ്മതി റൈസ് ആണ്. ജീരകശാല റൈസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബസ്മതി റൈസാണ് ഉള്ളത്. അത് നമുക്കൊരു 1/2 മണിക്കൂർ, ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പം ഞാനത് ഇവിടെ കഴുകി വൃത്തിയാക്കി കുതിരാൻ വേണ്ടിയിട്ട് ഒരു 3 ഗ്ലാസ് ജീരകശാലയല്ല ബസ്മതി റൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ബീഫ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഒരു 5-ൽ വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിൽ. അപ്പൊ അതൊന്ന് തിളയ്ക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് റൈസ് വയ്ക്കാം. അപ്പൊ റൈസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ അധികം നെയ്യ് യൂസ് ചെയ്യാറില്ല, കുറച്ച് നെയ്യ് ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പം ഇനി ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇത് മെൽറ്റാണോ? ഇത് ചൂടാവണം. എനിക്ക് ബട്ടറിന്റെ ഒരു മണവും ടെക്സ്റ്റും ആ ടേസ്റ്റ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് ബട്ടറിന്റെ.
ചിക്കനാണ് ഇഷ്ടം. ഇത് ബട്ടറുള്ളത് നെയ്യ്. ബട്ടറിന്റെ ഇഷ്ടമാണ്, നെയ്യുടെ ഇഷ്ടമാണ്. എനിക്ക് നെയ്യുടെ ഒരു തരിതരിപ്പില്ല ഇഷ്ടം. ആണോ? ഇപ്പൊ നമ്മുടെ നെയ്യ് ഏകദേശം ചൂടാവാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 ഏലക്ക, പിന്നെ കുറച്ച് ഒരു 6 ഗ്രാമ്പു, പിന്നെ തക്കോലം, ഈ സംഭവങ്ങളെല്ലാം കൂടെ നമ്മുടെ എല്ലാ സ്പൈസസും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മള് അതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ സമയം നമുക്ക് ഈ റൈസിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 4.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്പൈസസ് ഒക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്പൈസസ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് നമുക്കിനി നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ആ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ അരി ഇട്ടിട്ടുണ്ട്. അരി ഇട്ടിട്ട് നമ്മുടെ തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഈ അരി നമുക്ക് ബ്രൗൺ കളറാണോ? ബ്രൗൺ കളറൊന്നും ആവണ്ട. അത് നമ്മൾ ഇളക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു സൗണ്ട് കിട്ടും. ആ ഒരു സൗണ്ട് ആയാൽ അത് ആയി എന്നാണ് കേട്ടോ എൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ബീഫ് വേവാൻ സമയം എടുക്കും. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്താണേലും അവിടെ കിടന്ന് വേവട്ടെ ബീഫ്. തിളച്ച വെള്ളം വേണം ഇത് ഒഴിക്കാൻ. അമ്മയ്ക്ക് എന്ത് ബിരിയാണി ഇഷ്ടം? ഞങ്ങൾക്ക് ചിക്കൻ ഇഷ്ടം. എനിക്ക് എഗ്ഗാ ഇഷ്ടം ബിരിയാണി. അപ്പയ്ക്ക് ഇഷ്ടം ബീഫാണ്. എനിക്ക് കറിയാണെങ്കിലും ലൈക്ക് വറുത്തതാണെങ്കിലും ബിരിയാണിയിലുള്ളതാണെങ്കിലും ചിക്കൻ്റെ ലെഗ് പീസാണ് എനിക്ക് ഇഷ്ടം. എൻ്റെ എനിക്ക് ലെഗ് പീസാണ് ഇഷ്ടം. മീനില് എനിക്ക് അതിൻ്റെ വാല്. ഈ സൗണ്ടാണ് പറഞ്ഞേ. വേറെ തൈരുണ്ടോ ഫ്രിഡ്ജിലൊന്നും? ഇല്ല, പക്ഷെ അത് ഇനിയും ഉണ്ട്. ഇപ്പൊ അരി കുറച്ചൊരു ഡ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ആ ഒരു നമ്മള് അരച്ച് വെച്ചിട്ടില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി നമുക്ക് എടുക്കാം. ഇത് ഈ പേസ്റ്റിന് മണത്തിന് വേണ്ടിയാ. നല്ലൊരു മണം കിട്ടും റൈസിന്. ഗ്രീൻ കളറായ ചോറ്. പച്ചമുളകല്ലേ. അപ്പൊ ഈ സമയം നമുക്ക് ഈ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന സാമ്പിലോട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ? നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഒക്കെ നമ്മുടെ ഒരു അളവനുസരിച്ചിട്ട്. എനിക്കങ്ങനെ സ്പൂണെന്നൊന്നും പറയാൻ കിട്ടില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഇട്ടിട്ട് ആ ഒരു അളവിലങ്ങനെ ഉപ്പിടുക. അപ്പൊ നമ്മുടെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്തോട്ട് നമുക്കിനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് മല്ലിയില ഇല്ല, കാരണം നമുക്ക് ഇടാൻ പറ്റില്ല. ആ ബ്ലാക്ക് പിടിയുള്ള മൂടി എടുക്കും. എനിക്ക് തോന്നുന്നു ഡിഷ് വാഷറിലാണ്. ഉപ്പ് കറക്റ്റാണ്. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഇത് വേവട്ടെ കേട്ടോ. നമ്മുടെ കറി ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
തേങ്ങാപ്പാലിനെ വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഒരു തേങ്ങാപ്പാലിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ്. ചിക്കൻ അല്ല ബീഫ് വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേവാനുണ്ട്. ഒന്നുകൂടെ അടച്ചു വെച്ച് വേവട്ടെ. ബീഫ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മളൊന്നും കൂടെ സൂപ്പറായി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഇനി റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഒരു 3/4 വേവേ ആയിട്ടുള്ളൂ. ബീഫും 3/4 ഇനി കുറച്ചുകൂടെ ഉണ്ട്. ഇനി നമുക്ക് ദമ്മിട്ടിട്ട് ആ ദമ്മിൽ കിടന്നിട്ട് ഇതൊന്നും കൂടെ വേവാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഫുൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് ഉണ്ടാക്കിയ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ റൈസ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗരം മസാല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇടാം, പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, പിന്നെ നമ്മുടെ നെയ്യും. അപ്പോൾ നല്ലൊരു അടിപൊളി മണം കിട്ടും കേട്ടോ ഇത് ദമ്മ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. കുറച്ച് നെയ്യും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് സിമ്മിൽ ഒരു 40 മിനിറ്റ് നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാനിവിടെ 4-ലാണ് കേട്ടോ വെച്ചേക്കുന്നത്. നമ്മുടെ മറ്റേ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ആകുമ്പോൾ ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒരു 40 മിനിറ്റ്സ് ആയിട്ടുണ്ട് നമ്മൾ ദമ്മ് വെച്ചിട്ട്. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഉടഞ്ഞിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുറച്ച് നേരം കൂടെ ഇങ്ങനെ വെറുതെ ഇതിരിക്കട്ടെ കേട്ടോ. ദമ്മൊന്നും വേണ്ട. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ട് വെറുതെ അങ്ങനെ ഒരു ഇപ്പോൾ ഓഫ് ചെയ്യാൻ പോവാണേ. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഫ്ലേവറൊക്കെ എല്ലാവിടെയും നമുക്ക് ആയി കിട്ടും. ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്കിത് പിന്നെ എടുക്കാം കേട്ടോ. നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. ശ്രീചേട്ടൻ കളിയൊക്കെ കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇതിന്റെ ഇടയിൽ അമ്മു ഷൂ ഒന്ന് കഴുകാൻ പോയി. അങ്ങനെ അമ്മു ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടുണ്ട്. സമയം 3:30 ആയിട്ടാ. ശ്രീചേട്ടൻ ഇതിപ്പോ വന്നതേ ഉള്ളൂ. പിന്നെ നമ്മള് ഫുഡ് കഴിക്കാണ്. എനിക്ക് ആദ്യം കിട്ടിയത് ഇഞ്ചിയാണ് കടിക്കുക. ആദ്യം ഇഞ്ചി കിട്ടിയ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പറമ്പിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറമ്പിൽ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. നമുക്കെല്ലാം പറിക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.